യഹൂദന്മാരുടെ ഇടയിൽ മാത്രം സുവിശേഷം ഘോഷിപ്പാനാണ് പിതാവായി ദൈവം പുത്രനെ ലോകത്തിലേക്ക് ആദ്യം അയക്കുന്നത്. അവൻ ലോകത്തിലേക്ക് വന്ന് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടിട്ടില്ല. അപ്പോൾ യഹൂദന്മാർക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചെങ്കിലും അവർ അബ്രഹാമിന്റെ സന്തതികളും ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ള അഹങ്കാരത്തിൽ യഹൂദനാകട്ടെ യവനനാകട്ടെ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ അത്ര നീതീകരണം പ്രാപിക്കുന്നത് എന്നുള്ള വചനത്തിന് വിരുദ്ധമായിട്ട് അവരൊക്കെ മതഭക്തിയിലും പാരമ്പര്യത്തിലും ആശ്രയിച്ച് അവരെല്ലാം എന്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അവരുടെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാബിന്റെ മുമ്പിൽ അവിടെ എന്താണ് ന്യായം വിധിക്കായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവൻ ന്യായപ്രമാണ പ്രകാരം താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് വഴി ദൈവം ഒരുവനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് വഴി ഇവൻ ദൈവത്തിനോട് തന്നെത്താൻ സമനാക്കി, അതുകൊണ്ട് ഇവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. യഹൂദന്മാർക്ക് ദൈവത്തോട് എന്ന ഒരു സ്നേഹമാണ്, എന്നാൽ തന്റെ പുത്രനെ സ്നേഹിക്കുന്നതാണ് എന്നോടുള്ള സ്നേഹം എന്നുള്ള സത്യം അവർ മറന്നു കളഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ അവര് ആ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവരുടെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാബിന്റെ മുമ്പിൽ രാത്രികാലം പെസഹ ദിവസം വൈകിട്ട് രാത്രികാലം നിർത്തുകയാണ്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് അറിവുള്ളതാണ്. എന്നാൽ അവനെ ആ പീലാത്തോസ് ആ യഹൂദ മതപുരോഹിതന്റെ മുമ്പിൽ കയ്യഫാബിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവർ നിരവധിയായിരിക്കുന്ന ചോദ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മേൽ ചൊരിയുന്നുണ്ട്. അതിനെല്ലാം ഒന്നും അവൻ ഉത്തരം പറഞ്ഞില്ല. ചുരുക്കം ചില വാക്കുകൾക്ക് മാത്രമേ അവൻ ഉത്തരം പറഞ്ഞുള്ളൂ. അതിലൊന്ന്, മഹാപുരോഹിതൻ അവനോട് ചോദിക്കുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവോ? ഞാൻ ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നതാണ് ഈ പുരോഹിതൻ പറഞ്ഞത്. അതിന് അവൻ ഉത്തരം പറയാതിരുന്നില്ല. അവൻ പറഞ്ഞു, അതെ, ഞാനാകുന്നു. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം ഒരുവനല്ലേ ഉള്ളൂ, ഇവൻ പുത്രൻ എന്ന് പറഞ്ഞത് വഴി ദൈവത്തിനോട് സമനാക്കിയത് വഴി ആ പുരോഹിതൻ ജനങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നു? അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കണം, അവനെ കൊല്ലണം. കാരണം ഈ മഹാപുരോഹിതന്മാര് പണം കൊടുത്ത് അനേക യഹൂദന്മാരെ തന്റെ ചേരിയിലേക്ക് തിരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിഞ്ഞുകൊള്ളുവിന്, ആ യഹൂദ മതപുരോഹിതന്മാര് ഈ ജനങ്ങളെ എന്താണ് യേശുക്രിസ്തുവിൽ നിന്ന് തിരിച്ചു കളഞ്ഞു. അതുപോലെ നിങ്ങളെയും ആരും തിരിപ്പാൻ നിങ്ങൾക്ക് ഇടവരല്ല. അതിന്റെ പരിണത ഫലം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ചെവി തുറന്നങ്ങ് കേട്ടോണേ.